അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യുസ് സ്വാലിഹീൻ. وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. صدق الله العلي العظيم. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, SKSSFൻ്റെ പ്രഗത്ഭരായ നേതാക്കളെ, പ്രവർത്തകരെ, യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഷക്കീർ തങ്ങൾ, സ്വാഗതം ആശംസിച്ച KT അബ്ദുൽ ഖാദർ, സദസ്സിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ ഹക്കീം തങ്ങൾ, ഹുസൈൻ ദാരിമി അടക്കമുള്ള SKSSFൻ്റെ പുതിയ ഭാരവാഹികൾ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ സുഹൃതങ്ങളെ ആഘോഷിക്കുന്ന ഏറ്റവും സന്തോഷദായകമായ ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭാഗമായി എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായ ഒരു മുഹൂർത്തം സംജാതമാകുകയാണ്. അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടിത്തരുമാറാവട്ടെ. ഈ അവസരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, അതിൽ പങ്കാളികളാവാൻ അവസരം ലഭിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ഒരു അനുഗ്രഹം. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ്, ഈ റബ്ബിനെ അറിഞ്ഞ് ആരാധിച്ച് അവൻ്റെ നിയമങ്ങളെ അനുസരിച്ച് അവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ വഴിയിൽ കൃത്യമായി നീങ്ങുക എന്നുള്ളത്, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഒരു സംവിധാനത്തിൻ്റെ പേരാണ് ദീൻ എന്ന് പറയുന്നത്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വിദാഇൻ്റെ അന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിലൂടെ പ്രഖ്യാപിച്ചു. ഇന്ന് നിങ്ങളുടെ ദീൻ പൂർണ്ണമായിരിക്കുന്നു എന്ന്. എന്നാൽ ഏതാണ് ഈ ദീന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പ്രത്യേക രൂപത്തിൽ ഇരുന്നു. എന്നിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു. മൽ ഈമാനു യാ റസൂലല്ലാഹ്, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ് എന്നിങ്ങനെ തുടങ്ങി ചില പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഈ ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ, അതിൻ്റെ ഉസൂസ്, അതിൻ്റെ ഉസൂലുകൾ,
അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽ ഖൈരി വശർരി കുല്ലിഹി മിനല്ലാഹ് എന്നിങ്ങനെ ആ അർത്ഥത്തിലുള്ള മറുപടി നൽകി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും മറുപടി നൽകി. വിശ്വാസപരമായ ചില കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ, കർമ്മപരമായ കുറേ കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ. പിന്നത്തെ ചോദ്യം മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തെയും അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് ഇസ്ലാമിനും ബാധകമാണ്, ഈമാനിനും ബാധകമാണ്. വിശ്വാസകാര്യങ്ങളും അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കണം, അതുണ്ടാവണം. ഇസ്ലാമിനും അതുണ്ടാവണം, കർമ്മപരമായ കാര്യങ്ങളും അങ്ങനെ തന്നെയാവണം. ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിനെയൊക്കെ ഖുർആനിൽ പലയിടത്ത് കാണാം. വഹുവ മുഹ്സിനുൻ എന്ന ഒരു നിബന്ധനയോടുകൂടെ അള്ളാഹു എല്ലാം സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. മുഅ്മിനായാൽ അള്ളാഹു സ്വീകരിക്കുന്നു മാത്രമല്ല പറയുന്നത്, വഹുവ മുഹ്സിനുൻ, ഈ കാര്യങ്ങളൊക്കെ ഇഹ്സാനോടുകൂടെ നിർവഹിച്ചാൽ അവൻ മുസ്ലിമാണ്, അവൻ്റെ അമലുകൾ മഖ്ബൂലാണ് എന്ന് പറയുന്നുണ്ട്. ആ ഇഹ്സാൻ ഏതാണ് എന്നാണ് ചോദ്യം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഈ ഒരൊറ്റ ഹദീസിനെ നമ്മൾ വിശദീകരിക്കലല്ല നമ്മുടെ ഉദ്ദേശം. അങ്ങനെ വിശദീകരിക്കാൻ നിന്നാൽ അതിൻ്റെ ഓരോ വശങ്ങളും വിശദീകരിക്കാൻ നിന്നാൽ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഞാനതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ നിന്ന് ഈ വന്ന ആൾ പോയി. ഇത് ജിബ്രീലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, നല്ല മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഫലബിസ മലിയൻ, മലിയൻ എന്ന പദം അൽദാദിൽപ്പെട്ടതാണ്. അൽദാദ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വൈരുദ്ധ്യമായ രണ്ടർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് അൽദാദ് എന്ന് പറയും. മലിയൻ എന്ന് പറഞ്ഞാൽ കുറേ സമയത്തിനും പറയും, കുറച്ച് സമയത്തിനും പറയും. ജൗൻ എന്ന പദം പോലെ അബിയദിനും പറയും, അസ്വദിനും പറയും. അങ്ങനെ പല പദങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് അൽദാദ്. നേരെ വൈരുദ്ധ്യമായ രണ്ടർത്ഥം അതിനുണ്ടാവും. ഇവിടെ മലിയൻ എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞു എന്നാണ് അവിടുത്തെ പ്രബലമായ അഭിപ്രായം. അതിനുശേഷം ആരാണ് വന്നത് എന്നറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞപ്പോൾ ദാക ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് വന്നത്. അതാകും, അവർ നിങ്ങളുടെ അരികിൽ വന്നത്, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അത് 3 കാര്യങ്ങൾ അടങ്ങിയതാണ്. ഒന്ന് വിശ്വാസം. വിശ്വാസം ദമീമായ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും, അള്ളാഹു ഇഷ്ടപ്പെടാത്ത എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും ശുദ്ധമായി പൂർണ്ണമായി സഹീഹായ വിശ്വാസം ഉണ്ടാവുക, അതാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നീട് കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ അതിന് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്ന പോലെ നിർവഹിക്കുക. അതെല്ലാം തന്നെ ഇഹ്സാനോടുകൂടെ നിർവഹിക്കുകയും ചെയ്യുക. ഈ 3 കൂടുമ്പോഴാണ് ദീനാകുന്നത്. ആ ദീനാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞപ്പോൾ പൂർത്തിയായത്. ആ ദീനാണ് ഇനി ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടത്. അതിലെ ഏതെങ്കിലും ഒരു പാർട്ടല്ല, ഏതെങ്കിലും ഒരു ഭാഗമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആ ദീൻ, ഈമാനും ഇസ്ലാമും ഇഹ്സാനും കൂടിയ ദീൻ, ആ ദീൻ ഇവിടെ നിലനിൽക്കണം. വിശ്വാസം വളരെ കൃത്യമായിരിക്കണം. അതിലൊരു വീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. അതിൽ എന്തെങ്കിലും ഒന്ന് കലർന്നാൽ അത് ആ വിശ്വാസത്തിൻ്റെ തകരാറായി, അതോടുകൂടെ അവൻ്റെ ദീൻ അപൂർണമായി. കർമ്മങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി വരച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. അത് ഫുറൂഇയായി അറിയിക്കേണ്ടത് അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. മറ്റ് ചിലത് അടിസ്ഥാനപരമായ തത്വങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ മാത്രം നിൽക്കണം. അവിടെ നിന്ന് 1 അടി 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല.
അത് ഉസൂലുകളാണ്. ഉസൂലൻ നിലക്ക് പഠിപ്പിക്കേണ്ടത് അങ്ങനെ പഠിപ്പിച്ചു, കൃത്യമായി ജുസ്ഇയ്യൻ നിലക്ക് പഠിപ്പിക്കേണ്ടത് അങ്ങനെ പഠിപ്പിച്ചു. നിസ്കാരം അങ്ങനെ പഠിപ്പിച്ചതാണ്. അത് ഉസൂല് മാത്രമല്ല, അതിൻ്റെ ഫുറൂഉം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചോളണം എന്ന് പറഞ്ഞു. അവിടെ പിന്നെ അതിൻ്റെ ശക്ലിനോ അതിൻ്റെ രൂപത്തിനോ ഒരു മാറ്റം വരുത്താൻ ഒരാൾക്കും അധികാരമില്ല. അതേ സമയത്ത് ചില കാര്യങ്ങൾ അത് ഉസൂലൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഉസൂലിൽ നിന്ന് തെറ്റാൻ പാടില്ല, അടിസ്ഥാന നിയമങ്ങളിൽ നിന്ന് തെറ്റാൻ പാടില്ല. നിങ്ങൾ ഇൽമ പഠിക്കണം എന്ന് പറഞ്ഞു, അതിൻ്റെ രൂപഭാവങ്ങൾ അത് എങ്ങനെയെന്ന് റസൂലുള്ള വിശദീകരിച്ചിട്ടില്ല. അത് കാലോചിതമായി ആവശ്യമായതൊക്കെ അതിലേക്ക് ചേർക്കാം. അതിൻ്റെ ശക്ലിലും അതിൻ്റെ രൂപത്തിലും അതിൻ്റെ ഭാവത്തിലും അതിൻ്റെ ഘടനയിലൊക്കെ ആ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതൊക്കെ അതിലേക്ക് ചേർക്കാം. റസൂലുള്ളാഹിയോടുള്ള സ്നേഹം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ, റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കൽ, അത് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ല. അനുവദിക്കപ്പെട്ട സന്തോഷങ്ങളൊക്കെ അതിൽ നമുക്ക് ചേർക്കാം. ഇത് ഉസൂലൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ ഉസൂലൻ ആ രൂപത്തിൽ തന്നെ നിലനിർത്തുക. ആ ഉസൂലൻ പഠിപ്പിച്ചു തന്നതിനെ ഫുറൂഅൻ പഠിപ്പിച്ചു തന്നതിലേക്ക് ചേർക്കുന്നത് ദീനിൽ തഹരീഫ് ചെയ്യലാണ്, ദീനിനെ മാറ്റിമറിക്കലാണ്. ഫുറൂഅൻ പഠിപ്പിച്ചു തന്നത് ഫുറൂഅൻ നിലക്ക് തന്നെ അതേ അക്ഷരാർത്ഥത്തിൽ അതുപോലെ പിൻപറ്റണം. അതിൽ മാറ്റം വരുത്തുന്നത് അത് 20 പഠിപ്പിച്ചത് 20 തന്നെയായിരിക്കണം. അത് 8 ആക്കാൻ പറ്റില്ല, അത് 8 ആണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ളുഹ 8 ആണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ളുഹ 8 അല്ല 12 എന്ന് പറയാൻ ഒരാൾക്ക് അധികാരമില്ല. അല്ല അത് 4 ആണെന്ന് പറയാൻ, നിസ്കരിക്കാൻ 2 നിസ്കരിക്കുക, 4 നിസ്കരിക്കുക, 6 നിസ്കരിക്കുക. അല്ല ളുഹ 2 ആണെന്ന് പറയാൻ ഇവിടെ ഒരുത്തനും അധികാരമില്ല. കാരണം അത് അതിൻ്റെ ശക്ല്, അതിൻ്റെ അദദ്, അതിൻ്റെ ഓരോ രൂപവും റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉസൂൽ എന്ന നിലക്ക് പഠിപ്പിച്ചു തന്നതിനെ ഇതുപോലെ ആക്കാൻ പാടില്ല. ഇത് രണ്ടും ദീനിൽ കൈകടത്തലാണ്. ഇതാണ് ദീൻ. ഇങ്ങനെ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ പരിശുദ്ധമായ ദീനിനുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അൽ-യൗമ അക്മൽതു ലക്കും എന്ന പ്രഖ്യാപനത്തിലൂടെ അത് പൂർണ്ണമായിട്ടുണ്ട്. ഇനി ഖിയാമത്ത് നാൾ വരെ എന്ത് സംഭവിച്ചാലും പ്രത്യേകമായി പ്രത്യേക രൂപത്തിൽ പഠിപ്പിച്ചു തന്നതല്ലാത്ത പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ, അതിൽ നിയമം പറയാനുള്ള മാനദണ്ഡങ്ങൾ, അതാണ് ഉസൂല് എന്ന് പറയുന്നത്. ആ ഉസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ അതൊക്കെ സ്വീകരിക്കണമെന്ന്, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, എന്തെന്ന്, എൻ്റെ ഉമ്മ മരിച്ചുപോയി, അവരുടെ മേൽ ഹജ്ജ് വുജൂബായിരുന്നു, ഹജ്ജ് ചെയ്തിട്ടില്ല, ഞാൻ അവരെ തൊട്ട് ഹജ്ജ് ചെയ്യട്ടെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് പറ്റുമോ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ആ ഹജ്ജ് ചെയ്തോന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ റസൂലുള്ളാഹി എങ്ങനെ ഖിയാസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഅയ്ത ഇൻ കാന അലൈഹാ ദൈനുൻ, അവർ ഏതെങ്കിലും ഒരു മനുഷ്യന് കടം കൊടുക്കാണ്ടെങ്കിൽ നീ വീട്ടില്ലേ? ആ വീട്ടും. ഫദൈനുല്ലാഹി ഔലാ, അള്ളാഹിൻ്റെ കടമാണ് വീട്ടാൻ അർഹതപ്പെട്ടത്. ഖിയാസ് എങ്ങനെയാണ്? ഖിയാസ് എങ്ങനെയാണ്? ഏതാണ് ഖിയാസ് ജലി, ഏതാണ് ഖിയാസ് ഖഫി? ഇതിനൊക്കെ ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി ഇവിടെ വരച്ച് കാണിച്ചു. എന്താ ദീന് എന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്തൊരു മനോഹരമാണത്! അതിൻ്റെ ആഴമറിഞ്ഞാൽ നമ്മളിങ്ങനെ കോരിത്തിരിച്ചു പോകും നമ്മുടെ ദീൻ. ഇവിടെയാണ് ഇങ്ങനെ ഒരു സംവിധാനം, നിയമ സംവിധാനം ഉള്ളത്. നമുക്കിവിടെ എന്ത് സംഭവിച്ചാലും എവിടെയും പോകേണ്ടതില്ല. നമ്മുടെ അടിസ്ഥാനങ്ങൾ അതിവിടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ട് എല്ലാറ്റിനും നിയമം നമുക്ക് കാണാൻ കഴിയും. അത്ര മനോഹരമായ വിശാലമായ അടിസ്ഥാന തത്വങ്ങൾ. ആ തത്വങ്ങളൊക്കെ നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ, ഷാഹിദ് ഗായിബിന് ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതാ എത്തിച്ചു കൊടുക്കേണ്ടത്? ഈ ദീൻ, ഈമാനും ഇസ്ലാമും ഇഹ്സാനും അടങ്ങിയ ദീൻ എത്തിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി ഖാതിമുൻ നബിയ്യീനാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവർകൾ
ബഹുമാനപ്പെട്ടവർ 60-ാം വാർഷികത്തിലെ പ്രസംഗം അത് ഞാൻ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്, ഒരു വട്ടമല്ല. ഓരോ വട്ടം കേൾക്കുമ്പോഴും അതിൽ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങൾ, ഇഷാറാത്തുകൾ നമുക്കിങ്ങനെ പുതിയ പുതിയ അറിവുകൾ കിട്ടും. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ലേ മൂപ്പരുടെ തുടക്കം തന്നെ എങ്ങനെയാണ്? റസൂലുള്ളാഹി ഖാത്തിമുൻ നബിയീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഖാത്തമൻ നബിയീൻ എന്നാണ് അല്ലാഹു തആല റസൂലിനെ പറ്റി പറഞ്ഞത്. ഈ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരുടെ പ്രസംഗം തുടങ്ങുന്നത്. പിന്നെ പ്രസംഗിച്ച 1 മണിക്കൂറിലധികം പ്രസംഗവും ഖാത്തിമുൻ നബിയുടെ വിശദീകരണ. അത് തിരിയുന്നവർക്കേ തിരിയോ, അല്ലാത്തവർക്ക് കുറേ മണ്ണാങ്കട്ട കേൾക്കാന്നല്ലാതെ. ആ പ്രസംഗത്തിൽ എന്ത് മണ്ണാങ്കട്ടയാണടാ അതെന്ന് ചോദിക്കും. മൂപ്പരുടെ പ്രസംഗത്തിൽ ഉണ്ടാകുന്ന ചില വാക്കുകളാണത്. എന്ത് മണ്ണാങ്കട്ടയാണടാ അതെന്ന് ചോദിക്കും. പക്ഷെ അത് ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ഖത്മുൻ നുബുവത്താണ് ഇവിടെ സംഭവിച്ചത്. ഖത്മുൻ നുബുവത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ആ നുബുവത്തിലൂടെ ഖത്മ് ചെയ്യപ്പെട്ടത് മുഴുവനും ഉലമായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നടത്തണം. അതിനെങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ വിശദീകരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ. അത് തികഞ്ഞ പണ്ഡിതന്മാർക്കേ അത് മനസ്സിലാവും. മറ്റവർക്ക് ആ ചരിത്രം ആ പറയുന്നത് മാത്രം മനസ്സിലാവും. ആ നിലക്ക് പരിശുദ്ധമായ ദീനിനെ പൂർത്തീകരിച്ചു. അത് അതുപോലെ ഇവിടെ നിലനിൽക്കുകയും വേണം. അതിനുശേഷം മഹാന്മാരായ സ്വഹാബത്ത് ഇതെല്ലാം ജംഅ ചെയ്തവരായിരുന്നു. അവരിൽ ഇതെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു. അവരുടെ വിശ്വാസം സുദൃഢമായിരുന്നു. അവരുടെ അമലുകൾ അത് പരിപൂർണമായിരുന്നു. അവരുടെ ഇഹ്സാൻ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലൗ കുശിഫൽ ഗിതാഉ മസ്ദത്തു യഖീനാ. എൻ്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള മറ നീങ്ങിയാൽ, ഇനിയുള്ള മറയും കൂടി നീങ്ങിയാൽ, എന്നാൽ നേരെ അള്ളാഹനെ അങ്ങോട്ട് കാണാൻ കഴിഞ്ഞാൽ പോലും ഇനി ഇപ്പോൾ ഉള്ളതിനേക്കാളും അപ്പുറം ഒന്നും ഇനി നേടാനില്ല, അത്രയും പൂർണ്ണമായ യഖീൻ എനിക്കുണ്ട് എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്. ലൗ കുശിഫൽ ഗിതാഉ മസ്ദത്തു യഖീനാ. ഇനി മറ അങ്ങോട്ട് നീങ്ങിയാൽ ഇനി ഇതിൻ്റെ അപ്പുറത്തിലേക്ക് എത്താല്ല, അതിനു മാത്രം പൂർണ്ണതയിൽ എൻ്റെ യഖീനിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇതായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിൻ്റെ അവസ്ഥ. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ പൊതുവിലുള്ള അവസ്ഥ അതായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കയറി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അപ്പോൾ അതിനുശേഷം ഈ വിശ്വാസമെന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളെയും വിശ്വാസമെന്ന് പറയുന്നത് ഒരു ബാഹ്യമായ അല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണ വാക്കുകളിൽ മാത്രം നിക്ഷിപ്തമായ ചില കാര്യങ്ങളല്ല. അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള വാക്കാണ് റസൂൽ പ്രയോഗിച്ചത്. ഖാലൂ ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കുള്ള ഗുണകാംക്ഷയാണെന്ന് ചോദിച്ചപ്പോൾ ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വ അമ്മത്തിഹിം എന്നാ പറഞ്ഞത്. ഇമാം മുസ്ലിം വളരെ വിശദമായി ഹദീസ് വിശദീകരിച്ചു. അള്ളാഹുവിന് ഉള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ച് ഓരോ വിഷയത്തിലും കൃത്യമായി മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വിശ്വാസം വേണം എന്നർത്ഥം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ മഖാമിനോട് യോജിക്കാത്തതൊന്നും അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല. അള്ളാഹു അർശിന്മേൽ കുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ ചെറുതാക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി മനസ്സിലാക്കേണ്ടുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾ ഒരു എന്തെങ്കിലും വസ്തു ദാനധർമ്മം ചെയ്താൽ, ഒരു ചെറിയ വസ്തുവിനെ കൊണ്ടുവന്ന് നിങ്ങൾ വളർത്തി പിന്നീട് അതിനെ നിങ്ങൾ ദാനം ചെയ്താൽ, ഖബിലഹുല്ലാഹു ബിയമീനിഹി, ഖബിലഹുല്ലാഹു ബിയമീനിഹി, അള്ളാഹു അതിനെ അവൻ്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കും. എന്നിട്ട് അതേ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി പറയുന്നു, വകിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിൻ്റെ 2 കൈയും വലതാണ് എന്ന്. പാവലെ 2 കൈയും ഇവിടെ ഇങ്ങനെ അയാളുടെ ഒരു അവസ്ഥ നോക്കിയേ. ഇതാണ് വഹാബി പറയുന്നത്. ഈ നിലക്കുള്ള വിശ്വാസം അദ്ദീനു അന്നസീഹക്കെതിരാണ്.
അള്ളാഹുവിൻ്റെ മഖാമിനോട്, അള്ളാഹുവിൻ്റെ അളമത്തിനോട്, അള്ളാഹുവിൻ്റെ അന്യാശ്രയത്തോട് യോജിക്കുന്ന വിധത്തിൽ അത് മനസ്സിലാക്കാൻ തന്നെ റസൂലുള്ളാഹി അത് പറഞ്ഞത്. ഈ കൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കൈയല്ല എന്ന്. ആ അർത്ഥം അവിടെ നൽകാൻ പാടില്ല. അങ്ങനെ വിശ്വാസപരമായി കുറെ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള നുസ്ഹ് കാണിക്കുക എന്നുള്ളതാണ്. ആ മഹത്വത്തിന് എതിരായതൊന്നും വരാൻ പാടില്ല. അതുപോലെ വലി റസൂലി വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ കലാം, ആ കലാമിനെ അതിൻ്റെതായ ഗൗരവത്തിൽ, ഇത് പർവ്വതത്തിൽ ഇറങ്ങിയാൽ പർവ്വതം പിളരുമാറ് ശക്തമായ, ഗഹനമായ, ഗംഭീരമായ ഒരു സംഭവമാണ്, അള്ളാന്റെ കലാമാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ ഉൾക്കൊണ്ട് അതിനെങ്ങനെ പന്ത് തട്ടിക്കളിക്കുന്ന പോലെ പരിഭാഷ വായിച്ച് തട്ടിക്കളിക്കാനുള്ളതല്ല. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കിതാബ് കൊണ്ട് വിശ്വസിക്കണം. ഇത് ഓരോന്ന് പൊളിയുമ്പോൾ പൊളിയാണ്, ഓരോന്നും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുബ്തദിഈങ്ങൾ ആദ്യം ചെയ്തത് എന്താ? അള്ളാന്റെ കലാം എന്ന് പറയാൻ അത് ഖദീമല്ല, അതോടെ പൊളിഞ്ഞില്ലേ. ആ വിശുദ്ധ ഖുർആന് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനുണ്ട്. ഇത് അള്ളാന്റെ കലാമാണെന്ന് പറയുമ്പോഴുള്ള ഒരു ബഹുമാനം, ആ ബഹുമാനം അതോടുകൂടെ തകർന്ന് എന്നെ പോലത്തെ ഒരു മഖ്ലൂഖാണെന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ആദ്യം വഹാബികൾ, അവരുടെ നേതാക്കൾ മുഅ്തസിലത്ത്, അവരുടെ പൂർവികർ, അവർ ചെയ്തു വെച്ചത് അതാണ്. ആ വാദം സമർത്ഥിക്കുകയായിരുന്നു. അതിനുവേണ്ടി അവരുടെ രാഷ്ട്രീയ സ്വാധീനം അവർ ഉപയോഗപ്പെടുത്തി, അവരുടെ അധികാരം അവർ ഉപയോഗപ്പെടുത്തി. കുറെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കി, വേറെ കുറെ പണ്ഡിതന്മാരെ ജയിലിലടച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ വീട്ടു തടങ്കലിലാക്കി. ആഫ്രിക്കയിൽ നിന്ന് മൂപ്പർക്ക് ഹദീസ് പഠിക്കാൻ വന്ന് നോക്കുമ്പോൾ മൂപ്പർക്ക് ഹദീസ് പഠിക്കാൻ പറ്റില്ല, വീട്ടു തടങ്കലിലാണ്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു പാവം മിസ്കീനെ പോലെ അദ്ദേഹം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീട് അന്വേഷിച്ച് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്, നിങ്ങളൊക്കെ ഒന്ന് ഹദീസ് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ വീട്ടു തടങ്കലിലാണ്, എനിക്ക് ഹദീസ് ഓതി തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത്ര ദൂരത്തുനിന്ന് വന്നാലേ എന്നോടൊരു കരുണ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എന്ത് ചെയ്തോ, ഒരു കീറക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു വടിയും കുത്തിയിട്ട് ദിവസം കൊണ്ട് പോരെ, അപ്പോൾ ഞാനൊരു 2 ഹദീസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മിസ്കീന് വരുന്ന പോലെ, മിസ്കീന് 10 റുപ്യ കൊടുത്തു പോകുന്ന പോലെ പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെ കഷ്ടപ്പെടുത്തി പണ്ഡിതന്മാരെ, അങ്ങനെ കഷ്ടപ്പെടുത്തി, കുറെ ആളുകളെ കൊന്നൊടുക്കി. എന്തെല്ലാം ഇവിടെ സംഭവിച്ചു. എന്തിനു വേണ്ടി? ഈ ഒരു വാദം ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി. ആ വാദം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ പരിശുദ്ധ ഖുർആനിന്റെ ഗാംഭീര്യം നഷ്ടപ്പെടുകയാണ്. അദ്ദീനു അന്നസിഹ ഖാലു ലിമൻ യാ റസൂലല്ലാഹ് ലില്ലാഹി വലി കിതാബിഹി. ആദ്യം തന്നെ റസൂലുള്ളാഹി പറഞ്ഞ വലി കിതാബിഹി എന്നാ, അല്ലാഹുവിന് ശേഷം വലി റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹത്വം. റസൂലുള്ളാഹ് എന്ന അർത്ഥത്തിൽ ആരാണ് റസൂല്, എന്താണ് റിസാലത്ത്, എന്താണ് വഹി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അർത്ഥത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആ നുസ്ഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേണം എന്ന്. ഞാൻ അതിലേക്ക് നീട്ടിപ്പോവല്ല. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന എന്നാണ് സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ബുർഹാൻ വന്നിരിക്കുന്നു, ദൃഷ്ടാന്തം വന്നിരിക്കുന്നു. അൽ ഹുജ്ജത്തുദ്ദാമിഗ, ആ എല്ലാ സംശയങ്ങളെയും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന ശക്തമായ തെളിവ് എന്നാണ് ബുർഹാനിന്റെ അർത്ഥം. അതാണ് റസൂലുള്ളാഹി, അതാ റസൂലുള്ളാഹി. ഏത് സാധാരണ മനുഷ്യനായ എങ്ങനെയാ അതുണ്ടാവുക? എങ്ങനെയാ അത് സംഭവിക്കുക? ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നിങ്ങൾക്ക് നൂറും മുബീനിനെ നാം ഇറക്കി തന്നിട്ടുണ്ട്, അത് ഖുർആൻ. അപ്പൊ ബുർഹാൻ അള്ളാഹുവിന്റെ റസൂൽ. ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കൂ നിങ്ങൾ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നതാണ് ഏറ്റവും വലിയ ഖുർആനിന്റെ സന്ദേശം. അതിന്റെ മുമ്പ് പറയുന്നത് ഖുല്ലാണ്, അത് റസൂലുള്ള പറയണം. റസൂല് ആരാണോ പറയുന്നത് ആ പറയുന്ന ആളിലുള്ള വിശ്വാസവും ബഹുമാനത്തിനനുസരിച്ച് ആ പറഞ്ഞതിനോടുള്ള വിശ്വാസം ഉണ്ടാവുക. ആളെ സംബന്ധിച്ച് വിശ്വാസം അല്ലെങ്കിൽ റസൂലുള്ള പറയാണ്. ഒരിക്കൽ റസൂലുള്ളാഹിക്ക് വഹി ഇങ്ങനെ വന്നു. എന്താന്ന് ആരും കേൾക്കുന്നില്ല, ചുറ്റുഭാഗത്തുള്ളവരാരും കേൾക്കുന്നില്ല.
കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പം എൻ്റെ മേലൊരു ഒരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്, അത് ഇന്നാഅത്തൈനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. നിങ്ങളാരെങ്കിലും കേട്ടോ? അത് കൂടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹാബത്ത് കേട്ടോ? ഇങ്ങനൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നും ഇത് ആയത്താണെന്നും സൂറത്താണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിച്ചത്? റസൂലുള്ള പറഞ്ഞു. ആദ്യം ഉണ്ടാവേണ്ടത് അതാണ്. അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അംഗീകാരം, ആ നുബുവത്തിനെയും റിസാലത്തിനെയും മനസ്സിലാക്കിക്കൊണ്ടുള്ള പൂർണ്ണമായ ബഹുമാനവും ആദരവും അവർക്ക് കൊടുത്തേ പറ്റൂ. അതാണ് തൗഹീദിന്റെ സൂറത്തിന്റെ തുടക്കത്തിൽ പോലും ഖുൽ എന്ന് പറഞ്ഞത്. ആദ്യം പറഞ്ഞാളെ നോക്ക്, എന്നിട്ടാ പറഞ്ഞ വിഷയം നോക്കേണ്ടത്. റസൂലുള്ളാഹി റിസാലത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ്. അതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയാണ്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. അതിനെ സംബന്ധിച്ച് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ എന്താ അറിയോ? അശാറ ഇലാ തറഫിൽ മുശാബഹത്തി മിൻ ഹൈസു സൂറ. ബാഹ്യരൂപത്തിൽ മനുഷ്യനാണ് റസൂലുള്ളാഹി, അഥവാ മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന ജാനിബിനെയാണ് ആ വാക്കുകൊണ്ട് വിശദീകരിക്കുന്നത്. യുഹാ ഇലയ്യ അശാറ ഇലാ തറഫിൽ മുബായന മിൻ ഹൈസുൽ മഅന. അർത്ഥത്തിൽ നമ്മളും, മഹത്വത്തിലും അർത്ഥത്തിലും നമ്മളും റസൂലും ഒരുപോലെയല്ല. ആ വ്യത്യാസം യൂഹാ ഇലയ്യ കൊണ്ടാണ് പഠിപ്പിച്ചത് എന്ന്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്തിന്റെ കഷ്ടമോദിയിട്ടല്ലേ ഇവിടെ സകല വഹാബികളും പ്രസംഗിക്കുക. വഹാബികൾ താങ്ങാൻ പറയുന്നവരുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എങ്ങനെ നിങ്ങൾക്കിതിന് സാധ്യമാകുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാണെന്നല്ലേ സകല സ്റ്റേജും കെട്ടിക്കൊണ്ട് ഇവിടെ സകല ബിദ്അത്തുകാരും പഠിപ്പിക്കുന്നത്? അഥവാ മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയെ മാത്രമല്ലേ അവർ പഠിപ്പിക്കുന്നത്? മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന് വിശ്വസിക്കാനാണോ പഠിപ്പിച്ചിട്ടുള്ളത്? അഷ്ഹദു അന്ന മുഹമ്മദൻ ഇബ്നു അബ്ദില്ല എന്ന് വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിം ആകുമോ? അത് വിശ്വസിച്ചാൽ പോരാ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കണം. റസൂലുള്ളാഹിൽ വിശ്വസിക്കണമെങ്കിൽ റിസാലത്ത് എന്ത്, നുബുവത്ത് എന്ത് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ വഹയിന്റെ മഹത്വം അറിയണം, വഹി എന്താണെന്ന് അറിയണം. ആ ഭാഗത്തിലേക്കാണ്, ആ റിസാലത്തിന്റെ ആ ജാനിബിലേക്കാണ് യൂഹാ ഇലയ്യ എന്ന ആയത്ത് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്. അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ആ ഇബാറത്ത് വളരെ വ്യക്തമായതുകൊണ്ട് ഞാൻ അതെടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം. ഒരിക്കൽ കോടതിയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എത്ര വട്ടം ഹാജരായിരിക്കുന്നു ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി. ഒരിക്കൽ കോടതിയിൽ ഇങ്ങനെ ഹാജരായി ആ ശത്രുപക്ഷത്ത് നിന്ന് വക്കീൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്തില്ലേ എന്ന് വെച്ചു. ഉടനെ മൂപ്പര് മറുപടി അത് ആയത്തല്ല, അതായത്തല്ല. ഇയാൾ കാഫിറാണ്. ഒരു മൗലവി പഠിപ്പിച്ചു കൊടുത്തതല്ലേ ആൾക്കറിയുള്ളൂ. അപ്പോൾ അയാൾ മൗലവിയുടെ മുഖത്ത് നോക്കി എന്തെഞ്ഞ് പറയേണ്ടി അറിയില്ല, ആയത്തല്ല എന്ന് പറയും. ഈ മറുപടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മൗലവിയുടെ മുഖത്ത് നോക്കി. അപ്പോൾ മൗലവി പറഞ്ഞു, അത് അയാൾ അങ്ങനെ പലതും പറയില്ല, അതൊക്കെ ഖുർആനിലുണ്ട്, മുസാഫിലുണ്ട് പറഞ്ഞു. ആ മുസാഫിലുള്ളതൊക്കെ ആയത്താണോ എന്ന് വെച്ച് ആയത്തിൻ്റെ താരീഫ് ഉണ്ട് പറയുന്നറിഞ്ഞ്. ഇവനെന്ത് താരീഫ്, ജമ്മുൽ ജവാമയിലും മറ്റും പറഞ്ഞ താരീഫ് വരെ അറിയൂ. ആയത്തിൻ്റെ താരീഫ് പറയുന്നറിയൂ. അപ്പം പിന്നെയും മൂപ്പര് മേപ്പെട്ട് നോക്കുക. മൂപ്പർക്കൊന്നും പറയില്ല, പിന്നെ ചോദിക്കാനുമില്ല. അപ്പം ഞാൻ പറഞ്ഞു തരാറുണ്ട്, അതായത്തല്ല, അതായത്തിൻ്റെ കഷ്ണമാണ്. ആയത്ത് എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അതിനൊരു ഇബ്തിദാ ഉണ്ടാവും, അതിനൊരു ഇന്തിഹാ ഉണ്ടാവും എന്ന് ആ ജമ്മിൻ്റെ വാർത്ത അങ്ങോട്ട് വായിച്ചു കൊടുത്തിട്ട് ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ആയത്തിൻ്റെ തുണ്ടവും കഷ്ണവും മുറിച്ചിട്ടല്ല വാദിക്കേണ്ടതും ദീൻ നിലനിർത്തേണ്ടതും മൗലവിക്ക് പറഞ്ഞു കൊടുത്താളേ എന്ന് പറഞ്ഞു. എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്, മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയിൽ വിശ്വസിക്കാനല്ല. മുഹമ്മദുർ റസൂലുള്ള മനസ്സിലാവണമെങ്കിൽ യൂഹാ ഇലയ്യ മനസ്സിലാവണം. അങ്ങനെയാണ് റസൂലിനെ പരിചയപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു. ചില ആളുകൾക്കൊക്കെ എന്തിനാ പത്രമൊക്കെ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ശരിയാണ്, പൊതുവിഷയങ്ങളിലൊക്കെ നമുക്ക് പലരോടും സഹകരിക്കേണ്ടി വരും. അതിലൊന്നും സമസ്ത ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അതിനുവേണ്ടി കുറെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട്
ദീനിനെ താറുമാറാക്കുന്ന വിഭാഗത്തെ തലയിലേറ്റാൻ സമസ്തക്കാർക്ക് സാധ്യമാവുകയില്ല. അവിടെയാണ് നമ്മുടെ ഈമാൻ കാണേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? ഇത് ചെറിയ സംഗതിയാണോ? ഈ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കണം. ആ വിശ്വാസം അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ മലക്കുകളെ സംബന്ധിച്ചും അംബിയായിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് വിശ്വാസം തുടർന്നു വരണം. ആ വിശ്വാസം സഹാബത്തിനും താബികൾക്കുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനത്തെ പല പല പുത്തനാശയക്കാർ വന്നു, പലതും കൂട്ടിക്കലർത്താനൊക്കെ തുടങ്ങി, പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു. അങ്ങനെ ഒരു വിശ്വാസധാര ഇവിടെ രൂപപ്പെട്ടു. ആ ധാരയുടെ പേരാണ് അശ്അരി മാതുരിദി എന്ന് പറയുന്നത്. മൽ ഈമാനു യാ റസൂലല്ലാഹ്. അത് കൃത്യമായി എന്തൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. മലക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും, റിസാലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഖദറിൻ്റെ കാര്യത്തിലാണെങ്കിലും, യൗമുൽ ആഖിറിൻ്റെ കാര്യത്തിലാണെങ്കിലും, അള്ളാഹുവിൻ്റെ വിഷയത്തിലാണെങ്കിലും എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, എന്തൊക്കെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്തത് എന്ന് അഖ്ലൻ വ നഖ്ലൻ അത് സമർത്ഥിച്ചു. അതിവിടെ കൃത്യമായി രൂപപ്പെട്ടു. മഹാന്മാരായ അതിനുശേഷം വന്ന മുഴുവൻ പണ്ഡിതന്മാരും അത് അംഗീകരിച്ചു വന്നു. അതുപോലെ കർമ്മപരമായ കാര്യങ്ങളിൽ മഹാന്മാരായ അയിമ്മത്ത്, ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, വലിയ വലിയ മുജ്തഹിദീങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നാലിൽ നിക്ഷിപ്തമാക്കി. പിന്നീട് മുഅ്മിൻ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ആണ് പിന്നെ സംഭവിച്ചത്, ഈ നാലിൽ ഒന്ന് സ്വീകരിച്ചേ പറ്റൂ എന്ന്. ബാക്കിയുള്ളതൊന്നും മദ്ഹബല്ലാത്തത് കൊണ്ടല്ല, അവരൊന്നും പണ്ഡിതന്മാരല്ലാത്തത് കൊണ്ടല്ല. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, അൽ-ലൈസു അഫ്ഖഹു മിൻ മാലിക്കിൻ. ലൈസ് ഇബ്നു സഅദ് ഈജിപ്തിലെ മഹാപണ്ഡിതനായിരുന്നു. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, അൽ-ലൈസു അഫ്ഖഹു മിൻ മാലിക്കിൻ ഇല്ലാ അന്ന അസ്ഹാബഹു ലയ്യഉ ഇൽമഹു. ലൈസ് മാലിക്കിനേക്കാൾ വലിയ മഹാഫഖീഹാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ഇൽമിനെ പാഴാക്കി കളഞ്ഞു. അതിനെ സംരക്ഷിക്കാൻ അവരുടെ ശിഷ്യന്മാർക്ക് സാധ്യമായില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഈ നാല് മഹാ അയിമ്മത്തിനായിരുന്നു. ആ അയിമ്മത്ത് അത് കൃത്യമായി രേഖപ്പെടുത്തി. പിന്നീട് അതിനെ തഹ്രീർ ചെയ്യാൻ അവരോടടുത്ത് നിൽക്കുന്ന പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാർ വരികയും അവരുടെ മദ്ഹബിനെ കൃത്യമായി തഹ്രീർ ചെയ്ത് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. മദ്ഹബില്ലാതെ പറ്റുമോ? പറ്റൂല. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാലോ, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുതശാബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. വളരെ വ്യക്തമായ ഹലാലുകളുണ്ട്, വളരെ വ്യക്തമായ ഹറാമുകളുണ്ട്. നസ്സുള്ളത് വ്യക്തമാണ്, അവിടെ പിന്നെ ആരുടെയും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. എന്നാൽ വബൈനഹുമാ മുസ്തബിഹാത്തുൻ അല്ലെങ്കിൽ മുതശാബിഹാത്തുൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യതയുള്ള കുറേ മസലകൾ അതിൻ്റെ ഇടയിലുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ ഹറാമാണെന്ന് തോന്നും, മറ്റൊരു നിലക്ക് നോക്കുമ്പോൾ ഹലാലാണെന്ന് തോന്നും. ഈ രണ്ടിനോടും തശാബുഹുള്ള മുതശാബിഹാത്തായ അവ്യക്തമായ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, ഇതിൻ്റെ ഹുക്മ് അധിക പേർക്കും അറിയുകയില്ല. ഫതഹുൽ ബാരിയിൽ കൃത്യമായി ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്, ഇതിനെ അധിക പേർക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ചിലർക്ക് മനസ്സിലാകുമെന്ന്. എല്ലാവർക്കും മനസ്സിലാവില്ല, ചിലർക്ക് മനസ്സിലാവും. വഹുമുൽ അഇമ്മത്തുൽ മുജ്തഹിദൂൻ, അവരാണ് മുജ്തഹിദീങ്ങളായ അയിമ്മത്ത്. അവരാണത് നിർവഹിച്ചത്, അവരത് കൃത്യമായി നിർവഹിച്ചു. നിസ്കാരത്തിൽ നെഞ്ചിന്റെ താഴെ കൈവക്കൽ സുന്നത്താണ്, മഹാന്മാരായ അയിമ്മത്ത് വിവരിച്ചു. ലി ഹദീസി വാഇൽ ഇബ്നു ഹുജർ, മഹല്ലിയിൽ കാണാം. ലി ഹദീസി വാഇൽ ഇബ്നു ഹുജർ, വാഇൽ ഇബ്നു ഹുജർ എന്നവരുടെ ഹദീസ് ഉണ്ടായതിനു വേണ്ടി. പക്ഷേ ആ ഹദീസിലുള്ള എന്താ? അലാ സദരിഹീന, റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പള്ളിയിൽ പോയപ്പോൾ റസൂലുള്ളാഹി നിസ്കരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് കണ്ടു. റസൂലുള്ളാഹി ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ പിടിച്ചിട്ടുണ്ട്. അലാ സദരിഹീന, അല എന്ന് പറഞ്ഞപ്പോൾ വേഗം തോന്നി മേലെ. എന്നാൽ ഇത് എന്തിനാ തെളിവ് പറയുന്നത്? നെഞ്ചിന്റെ താഴെ കൈവക്കൽ സുന്നത്താണ് എന്നതിന് അയിമ്മത്ത് ഉദ്ധരിക്കുന്ന ഹദീസ് ഇതാണ്. അധിക കിതാബുകളിലും കാണാം അതാണ്. എന്താ അങ്ങനെ വന്നു? അലാ സദരിഹീന ഹദീസ് ഉണ്ട്, ഇല്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ അതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അയിമ്മത്ത് എന്തുകൊണ്ട് ഇത് പറഞ്ഞു? അവിടെ വിഷയം. മുൻകാല പണ്ഡിതന്മാരുടെ അക്വാലുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നെഞ്ചിന്റെ മുകളിൽ കെട്ടാൻ ആരും പറഞ്ഞിട്ടില്ല.
അങ്ങനെ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ഖൗലും തന്നെ ഈ ദീനിലില്ല. പിന്നെ എങ്ങനെ വന്നു? അവിടെയാണ് വിഷയം. ആരാണ് യഥാർത്ഥത്തിൽ ഈ മുഖല്ലിദീങ്ങളായ അയിമ്മത്തിനെ അംഗീകരിക്കുന്ന നമ്മളാണോ, സുന്നത്ത് പിൻപറ്റുന്നവർ അല്ലാത്തവരാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതേ വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്ത് ഇമാം ബസ്സാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഹദീസ് പറയുന്നിടത്ത് എന്ത സ്വദരിഹി എന്നാണ് ഇബാറത്ത്. റസൂലുള്ള കൈവച്ചിട്ടുള്ളത് നെഞ്ചിന്റെ അരികിലാണ് എന്നാണ്. എന്താ എന്ന് പറഞ്ഞാൽ മേശയുടെ അരികിൽ എന്ന് പറയുമ്പോൾ മേശയുടെ മേലെ വെച്ചാൽ പറ്റില്ല, ഇവിടെ താഴെ വെക്കുമ്പോൾ ആ മേശയുടെ അരികിൽ എന്ന് പറയാം. അപ്പോൾ എന്താ എന്ന് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. എന്നാ അലക്കോ എന്തിൻ്റെ അർത്ഥമുണ്ട്? അലാലിൽ ഇസ്തിഅലാ വമഅനാ ഫീ വഅൻ ബി അൻ തആവൂനൻ ബി അൻ തജാവൂസൻ അനാ മൻ ഖദ് ഫതൻ. അലക്ക് ഇസ്തിഅലാ മുകൾ എന്ന അർത്ഥമുണ്ട്, വഅൻ അപ്പുറത്ത് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ അലക്ക് 3-4 അർത്ഥമുള്ളത് കൊണ്ട് എന്തൊക്കെ എന്നാൽ മുകളിൽ എന്ന അർത്ഥവുമില്ല. അപ്പം അലക്ക് എന്തിൻ്റെ അർത്ഥം വെച്ചു കൊടുത്തപ്പോൾ, അന്നിൻ്റെ അർത്ഥം വെച്ചു കൊടുത്തപ്പോൾ 2 ഹദീസും സഹിഹായി. നമ്മൾ 2 ഹദീസ് കൊണ്ടും അമൽ ചെയ്തവരായി. അത് പറ്റില്ല, നമ്മൾ കണ്ട ഹദീസ് അലേണെന്ന് പറഞ്ഞവരോ എന്തിൻ്റെ ഹദീസ് തള്ളാൻ നിനക്കെന്ത് യോഗ്യത? ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ലേ അത്? ഇതേ വായിൽ ഇബ്നു ഹുജ്ർ എന്നവർ റിവായത്ത് ചെയ്ത ഹദീസ് അല്ലേ അത്? അത് തള്ളാൻ നിനക്കെന്ത് അർഹത? നിന്റെ ദീനാണോ ദീന്, അതല്ല അയിമ്മത്തിന്റെ ദീനാണോ ദീന്? ചിന്തിക്കേണ്ടവർക്ക് ഇതിൽ മാത്രം ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇങ്ങനെയാണ് അയിമ്മത്ത് ദീനിനെ ഇവിടെ നിലനിർത്തിയത്. അവർ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും പഠിക്കുകയാണ്. വൽമുത്തല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ എന്നൊരു പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ട്. തലാഖ് ചെല്ലപ്പെട്ട പെണ്ണുങ്ങൾ 3 ഖുർആ എഴുതിയിരിക്കണമെന്നാണ്. 3 ഖുർആ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധിക്കും പറയും, ഹൈദിനും പറയും. എന്താ ഇപ്പോൾ ചെയ്യുക? ഏതെങ്കിലും ഒന്നെടുത്താൽ പറ്റുമോ? ചില ആളുകളുടെ ഒരു ന്യായം, ചില ഉസൂൽ പുതിയ ഉസൂലാണ്. എന്ത്? അങ്ങനെ വ്യത്യസ്ത റിവായത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ അതുകൊണ്ട് അമൽ ചെയ്യുക, ഒരിക്കൽ അതുകൊണ്ട് അമൽ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൈ വിടക്കുക, ഒരിക്കൽ കൈ വിടക്കുക, ഒരിക്കൽ കൈ വിടക്കുക. അപ്പോൾ നായോട്ടോടത്തോ ഒരിക്കൽ നായ വരുമ്പോൾ കസാലയിൽ എടുത്തിരുത്തിയ മൂത്രമൊഴിപ്പിക്കുക, പിന്നെ വരുമ്പോൾ ഇന്നൊരിക്കൽ വരുമ്പോൾ 7 വട്ടം കഴുകുക, പിന്നെ ഒരിക്കൽ വരുമ്പോൾ 3 വട്ടം കഴുകുക. അതൊക്കെ ഹദീസിലുള്ളതല്ലേ? ഇതെന്ത് ഉസൂല? അങ്ങനെ ഉസൂലുണ്ടാക്കാൻ പറ്റില്ല. ഉസൂലുണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായി എല്ലായിടത്തും ബാധകമാവുന്നതായിരിക്കണം. അപ്പോൾ ഖുറൂന് എങ്ങനെ അർത്ഥം കൊടുക്കുക? ഒരിത്തിൽ ഹൈദ് എന്നും ഒരിത്തിൽ പിന്നെ ശുദ്ധി എന്നും വെച്ചാൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും. മടക്കിയെടുക്കുന്ന പ്രശ്നമൊക്കെ വരും, ഇദ്ദയിൽ മടക്കിയെടുക്കുക. അപ്പോൾ ഞാൻ നിൻ്റെ മദ്ഹബ് അനുസരിച്ച് ഹൈദാണ്, നിൻ്റെ അപ്പോൾ മറ്റും പറയില്ല എൻ്റെതനുസരിച്ച് തുഹറാണ്, അപ്പോൾ ഇദ്ദ കഴിഞ്ഞിട്ടില്ല അറിയും. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഹൈദ് കഴിഞ്ഞിരിക്കണം, എൻ്റെ മദ്ഹബ് അനുസരിച്ച് ഹൈദാണ് അറിയും. രണ്ടും ഉണ്ടല്ലോ. ഒരു തീരുമാനം പറയണം. അഖ്റഅത്തിൽ മർഅതു ഇദാ ഹാലത്ത്, അഖ്റഅത്തിൽ മർഅതു ഇദാ തഹുറത്ത്, രണ്ടും പറയും. ഹദീസിൽ പരിശോധിച്ച് നോക്കുമ്പോൾ അതും രണ്ടും വന്നിട്ടുണ്ട്. സഹാബത്തിന്റെ ഫതാവകൾ പരിശോധിക്കുമ്പോൾ അതിലും ഖുർആനെ 2 അർത്ഥത്തിനും പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ തുഹർ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞില്ല. ഇമാം ഷാഫിഈ തങ്ങൾ ഇതിൽ നിന്ന് ഒന്നിനെ തർജീഹ് ചെയ്യാൻ. എങ്ങനെ തർജീഹ് ചെയ്തത്? അവിടെ തുഹർ എന്നാണ് അർത്ഥം. കാരണം അവിടെ ഖുർ എന്ന പദം അവിടെ മുദക്കറായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ثلاثة بالتاء قل العاشرة في عد ما آحاده مذكرا في الضد جرد والمميز جرري جمعا بلفظ قلة في الأكثرين. മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിനെ മുഅന്നസാക്കണം, സലാസത്ത് എന്ന് പറയണം. സലാസത്ത് എന്ന് പറയുമ്പോൾ ഖുർ മുദക്കറാണ്. ഖുർ ഹൈദ് എന്ന അർത്ഥത്തിലാകുമ്പോൾ മഅനയിൽ മുഅന്നസായി. ലഫ്ദ് മുദക്കറായ തന്നെ എങ്ങനെ ഉപയോഗിക്കാം, പക്ഷേ ഏറ്റവും അൻസബ് ലഫ്ദൻ വ മഅനൻ മുദക്കറാവലാണ്. ആ മഅനയിൽ ഖുർ മുദക്കറാവണമെങ്കിൽ തുഹർ എന്ന അർത്ഥം വെച്ച് കൊടുക്കണം. എന്താ രസം! ഇതൊക്കെ ഒരു സാധാരണ ഡോക്ടറേറ്റ് എടുത്തോണ്ടൊന്നും ഇതൊന്നും കഴിയില്ല. ദക്തൂറായി നിയാച്ചിട്ടൊന്നും സാധിക്കൂല. കുറെ കള്ളം പ്രചരിപ്പിക്കാനൊക്കെ കഴിഞ്ഞെന്ന് വരും. ദീൻ അറിയണമെങ്കിൽ അതിൽ തഹ്ഖീഖ് ഉണ്ടാവണം. ആയാത്തുകളിലും ഹദീസുകളിലും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. ലുഗത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടാവണം. വുജൂഹുൽ ഇജാസിനെ സംബന്ധിച്ചും വുജൂഹുൽ ബലാഗാത്തിനെ സംബന്ധിച്ചും അഗാധ പാണ്ഡിത്യം ഉണ്ടാവണം. മഹാന്മാരായ അയിമത്ത് ഖുർആനിനെ കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായ ഓരോ ഫന്നുകൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ പുറമേ അവരിന് എന്തുമുണ്ടാവണം? ഖൽബ് ശുദ്ധിയായിരിക്കണം. ഖൽബിൽ ഒരംശം കിബ്റോ ബിദ്അത്തോ ഉണ്ടായാൽ
അവന് ഖുർആനിന്റെ ആഴം മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് ഇമാം സർകശി അടക്കം കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് സഅൻസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന അൻ ഇബാദതി എന്നാണ്. അപ്പോൾ ഇതൊരു അംശം അഴുക്കുണ്ടായാൽ ഖുർആൻ തിരിയില്ല. കാരണം ഖുർആൻ അത് വിശുദ്ധമാണ്. അത് വിശുദ്ധമായ ഇടങ്ങളിലേ അത് സ്ഥലം പിടിക്കുകയുള്ളൂ. ഈ നിലക്ക് മഹാന്മാരായ അയിമത്ത്, അതിൻ്റെ ഉലമാ, അതിൻ്റെ ഇജ്തിഹാദ് കൊണ്ട് ആ ഫിഖ്ഹിനെ കൃത്യമായി ഇവിടെ സ്ഥിരപ്പെടുത്തി. ഇനി ഒരാൾ വന്നിട്ട് പുതിയ ഒരു ഉസൂല് കൊണ്ടുവരേണ്ട ഒരാവശ്യവും ഇവിടെയില്ല. എന്നാൽ ഇതുകൊണ്ട് മാത്രം ദീൻ പൂർണ്ണമാകുമോ? പോരാ, ഇഹ്സാൻ ഇവിടെ നിലനിർത്തണം. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. മാനസികമായ വിശുദ്ധി ഉണ്ടാവണം. അതാണ് ഇഹ്സാൻ. അതിനെ കൃത്യമായി നിലനിർത്താൻ അതിലും കുറെ കള്ളന്മാർ വരാൻ തുടങ്ങി. ബാത്തിനിയത്ത് എന്ന് പറയുന്ന ഈ ഉമ്മത്തിൽ ഏറ്റവും അപകടകാരികളായ ഒരു സമൂഹം വന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്തു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമൊക്കെ വരുന്ന കാലത്ത് അവരുടെ ഫിത്ന വളരെ ഗംഭീരമായിരുന്നു. കുറെ രാജാക്കന്മാരെ അവർ കൊന്നിട്ടുണ്ട്. സൽജൂക്കി രാജാക്കന്മാരെ മറ്റൊക്കെ അവർ കൊന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആകെ അപകടകരമായിരുന്ന, എല്ലാ അർത്ഥത്തിലും ഫൗള മാത്രം നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ശൈഖ് ഗൗസുൽ ആലം തങ്ങൾ വരുന്നത്. അതാണ് മൂപ്പരെ കൊണ്ട് പ്രത്യേകമായി ദീനിന് ഹയാത്തുണ്ടായി എന്ന് പറയുന്നത്. അതിനൊക്കെ അടിച്ചൊതുക്കി മൂപ്പരുടെ എന്തുകൊണ്ട്? മൂപ്പരുടെ വാളുകൊണ്ടല്ല, മൂപ്പരുടെ ആത്മീയ പ്രഭ കൊണ്ട്. ആ നിലക്ക് ഒരു ഭാഗത്ത് കള്ള തരീഖത്തുകാരും മറ്റും വരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഒരു വിഷയം, ഈ ആത്മീയമായ ഔന്നത്യത്തിന് ആവശ്യമായ ഈ ഇഹ്സാൻ, അതാണ് തസവുഫ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ആ തസവുഫിനെ മഹാന്മാരായ അതിൻ്റെ ആലിമീങ്ങൾ അത് കൃത്യമായി, അത് വെറും ഇൽമല്ല, അത് അമലും കൂടിയതാണ്. മുരീദ് എന്ന് പറഞ്ഞാൽ മല്ല ഇറാദത്തല, അവന് സ്വന്തമായ ഒരു ഉദ്ദേശമില്ലാത്തവൻക്കാ മുരീദ് എന്ന് പറയാം. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിനെ ദർശിച്ചു എന്നാണ്, സ്വപ്നത്തിൽ ദർശിച്ചു. അങ്ങനെ മഹാന്മാ അബൂ ഹനീഫ് ഇമാമൊക്കെ എത്രയോ വട്ടം കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ചോദിച്ചു, നിന്റെ ആവശ്യം എന്താ വെച്ചാൽ ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മൂപ്പരാവശ്യം, ഇന്നി ഉരീദു അല്ല ഉരീദ ഇല്ലാ മാ തുരീദ്. നീ ഉദ്ദേശിക്കുന്നതല്ലാത്തൊരു ഉദ്ദേശം എനിക്കുണ്ടാവാൻ പാടില്ല. ആ ഒരവസ്ഥയിലേക്ക് എന്നെ ഉയർത്തുന്നത് ഇവനാണ് മുരീദ്, അവനാണ് മുരീദ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവല്ല. ആ നിലക്കുള്ളതാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്നത്. തസവുഫ് എന്ന് പറഞ്ഞാൽ സഖാ ആണ്. സഖാ എന്ന് പറയണമെങ്കിൽ ചോദിക്കാതെ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ തസവുഫോ ചോദിച്ചു മേടിക്കുക എന്നുള്ളതാണ്. അന്നത്തെ തസവുഫ് അങ്ങനെയല്ല. ഗൗസുൽ ആലം തങ്ങൾ ജീവിതം തുടങ്ങുന്നത് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ചരിത്ര ഒരു 6-7 വയസ്സായപ്പോൾ തന്നെ ഇൽമു കൊണ്ട് ശുഗലായി. ഇബ്നു ഖുദാമ, മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റളിയല്ലാഹു തആല അൻഹു, ഹംബലി മദ്ഹബിലെ ഇമാം നവവിയാണ് ഇബ്നു ഖുദാമ. മൂപ്പര് പറയുന്നുണ്ട്, ഞാൻ ഷെയ്ഖ് തങ്ങളെ കണ്ടിട്ട് 1 മാസം 8 ദിവസമാണ് മൂപ്പരെ കൂടെ താമസിച്ചത്. അന്ന് കിതാബുൽ ഖറഖി ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന്. അന്നും തീർച്ചെടുത്താണ്, അന്നും തീർച്ചെടുത്താ. ഞാൻ ഇൽമ പഠിച്ചു, അങ്ങനെ ഞാൻ ഖുതുബായി എന്ന്. ആ നിലക്കുള്ള മഹത്തുക്കൾ അത് നിർവഹിച്ചു കൃത്യമായി. അതിന് കൃത്യമായ രൂപരേഖ, അതിനൊരു ഫ്രെയിം ഉണ്ടാക്കി, അത് ഇനി കള്ളന്മാർ വരുമ്പോൾ മനസ്സിലാക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി വിവരിച്ചു. അതിൽ കറാമത്ത് കാണലല്ല, അത്ഭുതം കാണലല്ല, മറിച്ച് ഇദാ റഅയ്തും ശഖ്സൻ മുതറബ്ബിഅൻ ഫിൽ ഹവാഇ ഫലാ തൽതഫിതു ഇലൈഹി മാ ലം യകുൻ മുഖയ്യദൻ ബിൽ കിതാബി വസ്സുന്ന എന്ന് ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അടക്കം എഴുതി വെച്ചു. ഒരാൾ അന്തരീക്ഷത്തിൽ ചന്ദനപ്പടിയിട്ട് ഇരിക്കുന്നത് കണ്ടാൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. പരിശുദ്ധമായ ദീനിന്റെ ശറഅനെ മുറുകെ എടുക്കുന്നുണ്ടോ ഇല്ല എന്നാണ് നോക്കേണ്ടത് എന്ന്. ഇസ്തിഖാമത്തുണ്ടോ എന്നാണ് നോക്കേണ്ടത് എന്ന്. ഇങ്ങനെ അത് കൃത്യമായി അവരും അത് വിവരിച്ചു പോന്നു. ഇവിടെയൊക്കെ പിന്നീട് പുഴുക്കുത്തുകൾ വരുമ്പോൾ ഈ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാലത്തും പരിശുദ്ധമായ ദീനിനെ സംരക്ഷിച്ചു. ഓരോ കാലത്തും അതിന് പറ്റുന്ന ആളുകളെ അള്ളാഹു നിയോഗിച്ചു. ചിലപ്പോഴൊക്കെ ചില കാരണങ്ങളൊക്കെ കൊണ്ട് ബിദ്അത്ത് മികച്ചു നിൽക്കും. പിന്നീട് അതൊക്കെ ചരിത്രം. ഇപ്പം മുഅ്തസിലത്ത് എന്നൊരു വിഭാഗത്തെ ആർക്കും അറിയാം. മൂട്ടാസില എന്നൊക്കെയാണ് ഇപ്പോൾ ചിലർ വായിക്കന്നെ ചെയ്യാം. അത് എഴുതിയത് കണ്ട എന്താ മൂട്ടാസില? മുഅ്തസിലയാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മൂട്ടാസില ആണ്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് പോലും ഏറ്റവും വലിയ ശക്തരായിരുന്നില്ലേ അവർ?
വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പേടിക്കേണ്ട ആഖിബത്ത് മുത്തഖീങ്ങൾക്കാണ്. ഒരു പേടിയും വേണ്ട. പ്രയാസങ്ങളുണ്ടാവും. നോക്കൂ, ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ വിശ്വാസപരമാവട്ടെ, അത് അള്ളാഹുമായാവട്ടെ, നുബുവത്തുമായുമാവട്ടെ, ആരുമായാവട്ടെ, കർമ്മപരമായ വിഷയങ്ങൾ വരുമ്പോൾ ഇതിനെയൊക്കെ എതിരിൽ മിണ്ടാതിരുന്നാൽ ദീനിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആകെ കൂടി മഖ്ലൂത്തായ കോക്ടൈൽ എന്നൊക്കെ പറയില്ലേ, ഇതുപോലത്തെ ഒരു ദീൻ. അങ്ങനെ ഒരു ദീൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കക്കാർ. ഇബ്രാഹിമി മതം എന്നാണ് അതിൻ്റെ പേര്. ഇത് നടപ്പിലാക്കാൻ വല്ലാതെ കഴിഞ്ഞിട്ടില്ല, ഉലമാഇൻ്റെ അംഗീകാരം കിട്ടാത്തത് കൊണ്ട്. വലിയ വലിയ രാജ്യങ്ങളുടെ പാർലമെൻറ്റിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏജന്റുമാർ കേരളത്തിൽ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനൊരു ദീനല്ല വേണ്ടത്. ശരിയായ സിറാത്തുൽ മുസ്തഖീം ഇവിടെ നിലനിൽക്കണം. അത് ഓരോ കാലഘട്ടത്തിലും അയിമ്മത്ത് ഉലമാ അതിന് പറ്റുന്ന ആളുകളെ അള്ളാഹു നിയോഗിച്ചു, അത് നിർവഹിച്ചു. ഇവിടെ ഏറ്റവും പ്രയാസപ്പെട്ടതാണ് തരീഖത്ത് എന്ന് പറയുന്നത്. തരീഖത്തേരെ കണ്ടാൽ ചിലപ്പോൾ നമ്മളെങ്ങാട്ടും വലിയ സുന്നിയായിരിക്കും, നമ്മളായിട്ട് കൂടുതലെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ താടിയും തലയെക്കെട്ടൊക്കെ കൂടിയാണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും. ഇപ്പോൾ നോക്ക്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കള്ള തരീഖത്താണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തരീഖത്ത്, ആ തരീഖത്തിൻ്റെ ഒരു ഷെയ്ഖ് ഈ അടുത്തിടെ കരുവാരക്കുണ്ടിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ അയാൾ പറയാണ്, ഉറുദുവിലാണ് പ്രസംഗം, അതിലയാൾ പറയാണ് എന്തെന്ന്, ഞാൻ നേരത്തെ ഓതിയ ഹദീസ്, ആ ഹദീസിൽ മൽ ഈമാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള മറുപടി പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു സദഖ്ത, താങ്കൾ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള മറുപടി പറഞ്ഞു. അപ്പോഴും പറഞ്ഞു റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം സദഖ്ത, തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. എന്നാൽ മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള മറുപടി പറഞ്ഞു ജിബ്രീൽ സദഖ്ത എന്ന് പറഞ്ഞില്ല. കാരണം എന്നിട്ട് ഇയാൾ പിന്നീട് പറയാ, കാരണം അത് മലക്കുകൾക്കോ നബിമാർക്കോ ഒന്നും അറിയുന്നതല്ല, അത് നമ്മൾ പോലത്തെ തരീക്കത്തിലുള്ളവർക്കേ അറിയുള്ളൂ എന്ന്. ഇഹ്സാൻ എന്താണെന്ന് ഇവർക്കൊന്നും അറിയില്ല. എന്ത് സഫാഹത്ത് എന്നാ ജഹാലത്ത് എന്നാ ഇതിന് പറയാ. ഇതിലും വലിയ ളലാലത്ത് എന്താണ്? നുബുവത്തിനേക്കാൾ വലിയൊരു വിലായത്തുണ്ടോ? എല്ലാ നുബുവത്തിൻ്റെയും ബാത്തിനാണ് വിലായത്ത്. നുബുവത്തിന്റെ മുമ്പ് എല്ലാ അമ്പിയാക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഫലമ്മാ ബലഗാ ശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ എന്ന ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീർ റാസിയും നളുമുദ്ദുററൊക്കെ നോക്കിയാൽ അത് കൃത്യമായി മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും അവർ നുബുവത്തിന്റെ മുമ്പ് ഔലിയാക്കളാണ്. അവർക്കറിയാത്ത ഒരു ഇൽമും ഇവിടെ പിന്നെ ഒരു ഔലിയാക്കൾക്ക് വിലായത്തോട് കിട്ടൂല. അവർ വിലായത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴാണ് അവർ നുബുവത്ത് അവർക്കുണ്ടാകുന്നത് തന്നെ. എന്ന് പറയാം, വിലായത്ത് കൊണ്ട് കിട്ടുക എന്നല്ല, വിലായത്തുള്ളവർക്കൊക്കെ അത് കിട്ടൂല. നുബുവത്ത് അത് അല്ലാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതാ. പക്ഷേ വിലായത്ത് ഇല്ലാതെ നുബുവത്തിട്ട് കിട്ടുകയുമില്ല. അതാണ് വിലായത്ത്. എന്നാലോ ഈ സാധു ബുഖാരിയുടെ ഒരു റിവായത്താ കണ്ടത്, വേറെ റിവായത്തിൽ അവിടെ സദഖ്ത ഉണ്ട്. അത് ഈ സാധുവിനിട്ട് അറിയില്ല. ജാഹിലീങ്ങളെ കുത്തുബും ഷെയ്ഖും ഒക്കെയുള്ള പ്രശ്നമാണത്.